പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ മാധ്യമങ്ങൾ കാണുന്നു. അതിലേക്ക് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഗോപാലകൃഷ്ണപിള്ള, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഫോറൻസിക് സർജൻ കൂടിയായ ഡോക്ടർ ഗോപാലകൃഷ്ണപിള്ള പറഞ്ഞത് 10ഓളം മുറിവുകൾ കൊലപാതകത്തിന് ശേഷം നടത്തിയത് ഈ പ്രതിയുടെ ഈ വിക്ടിമിനോടുള്ള തീരാത്ത പകയും ഒടുങ്ങാത്ത വിദ്വേഷവുമാണ് എന്ന് കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇന്ന് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിന് ശേഷവും അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം പ്രോസിക്യൂഷൻ എപ്പോഴൊക്കെ കൊലപാതകത്തിന് ഈ ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഗൈഡ് ലൈൻസൊക്കെ വെച്ചിട്ടാണ് ഇന്ന് വാദം നടത്തിയത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഈ പ്രതി മൃഗീയമായ കൊലപാതകം, വെറും ഒരു കൊലപാതകമല്ല. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക്, ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇത്തരം പ്രതികളുടെ മുമ്പിൽ ഒരിക്കലും പണയം വെക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പ്രോസിക്യൂഷനുള്ളത്. ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിധിയായി ഞാൻ കണക്കാക്കുകയാണ്. കേരളത്തിലെ സഹോദരിമാർക്കുള്ള വിധി അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. അതിൽ പറയുമ്പോൾ ഈ 23 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി നിഷ്ഠുരമായി കൊലയേറ്റപ്പോൾ അതിനുശേഷമുള്ള പ്രതിയുടെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് ഞാൻ കോടതിയെ സൂചിപ്പിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇങ്ങോട്ട് കോടതിയിൽ വിചാരണ തുടങ്ങി അന്ന് മുതൽ ഇങ്ങോട്ട് പ്രതിയുടെ മാനസികാവസ്ഥയും പ്രതിയുടെ ആ ബിഹേവിയറും, കോടതിയിലുള്ള ബിഹേവിയർ ഒരു റിഫോർമേറ്റീവ് ആവാൻ സാധ്യതയില്ല എന്ന് കണ്ടെത്തുകയാണ്. മാത്രമല്ല, നിങ്ങൾക്കൊക്കെ അറിയാം, സംഭവം നടന്ന അന്നേ ദിവസം കൊലപാതകം നടത്തിയതിന് ശേഷം ഇയാളുടെ അച്ഛൻ്റെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ മനുഷ്യന് കഴിയാത്ത അവസ്ഥയാണ്. അതിനുശേഷം അന്നേ ദിവസം വൈകുന്നേരം പത്രങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും പോലീസിനോടും പറഞ്ഞത് ഒരു ഹൊറർ മലയാളം ഫിലിം കണ്ടിട്ടാണ് എനിക്കിങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായതെന്നാണ്. ആ ഫിലിം പ്രോസിക്യൂഷൻ്റെ കേസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു ഞാനും ആ സിനിമ കാണാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഈ 24 വയസ്സോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പ്രായം അന്ന് പറഞ്ഞത്. അപ്പോൾ 14 വർഷം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും, വീണ്ടും ഞാനൊരു ജീവിതം നയിച്ച് സമ്മാനമായിട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കുമെന്നാണ്. ഞാൻ പ്രോസിക്യൂഷൻ ഇന്ന് ആർഗ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പെൺകുട്ടിക്കും ഒരു ജീവിതം ഉണ്ടായിരുന്നു, ആ കുട്ടിക്കും ജീവിക്കാൻ ആഗ്രഹമുള്ളൊരു കുട്ടിയായിരുന്നു ഇതേപോലെ തന്നെ. പക്ഷേ ഇങ്ങനെ കാൽക്കുലേറ്റ് ആയിട്ട് ഒരു മേഡർ നടത്തി ഇദ്ദേഹം സമൂഹത്തെ മനസ്സാക്ഷിക്ക് മുമ്പിൽ ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല. അഥവാ ഇയാളെ ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കാതെ വിടുകയാണെങ്കിൽ അത് സമൂഹത്തോട് ചെയ്യുന്ന ഒരു ക്രൂരതയായി മാത്രം സമൂഹം കാണും. കോടതിയിലും ഈ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടും. ഒരു ബാഡ് മെസ്സേജ് സൊസൈറ്റിക്ക് പാസ് ചെയ്യും എന്നാണ് പ്രോസിക്യൂഷന് വേണ്ടി ഡെത്ത് പണിഷ്മെൻറ്റ് പറയാൻ വേണ്ടി ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിലെ പ്രോസിക്യൂട്ടറാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. വിധിയിൽ സന്തോഷമെന്നും കേരളത്തിലെ സഹോദരിമാർക്കുള്ള വിധിയെന്നും പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്ന് വാദിച്ചു എന്നുമാണിപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റു റിപ്പോർട്ടുകളിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം.